അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ഒരഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ട കുട്ടികൾ ജയേന്ദ്രനും ഭാര്യ ബസന്തിയോടൊപ്പം നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയമാണ് നിങ്ങൾ രണ്ടുപേരും. ഭാര്യയുടെ വാക്ക് കേട്ട് ഭാര്യ കൊടുക്കുന്ന കീഴിൽ തുള്ളാൻ നിൽക്കുന്ന പാവയാണോ കുട്ടികൾ ജയേന്ദ്രൻ? കൂട്ടിക്കൊടുപ്പുകാരെന്നൊക്കെ എന്റെ ഹസ്ബൻഡിനെ പറഞ്ഞ് ഞാൻ കേട്ട് നിൽക്കും. ചോദ്യം ചെയ്യണമെങ്കിൽ ആദ്യം ചങ്കൂറ്റം വേണം, അറിവ് വേണം, വിവരം വേണം, നട്ടല് വേണം. ബാക്കിയുള്ള സ്ത്രീകൾ മോശക്കാരും മഞ്ജു വാര്യർ പാവമാണെന്ന് പറയാൻ കുട്ടികൾ ജയേന്ദ്രൻ എന്ത് അവകാശം? കുറെ ഉള്ളവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അച്ഛനോടും അച്ഛനോടും ഒക്കെ കുട്ടികൾ ജയേന്ദ്രനെ അറിയാവോന്ന് ചോദിക്കാൻ പലരോടും ഞാൻ പറഞ്ഞു. ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലിലോഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ഒരഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ട കുട്ടികൾ ജയേന്ദ്രനും ഭാര്യ ബസന്തിയോടൊപ്പം നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയമാണ് നിങ്ങൾ രണ്ടുപേരും. പക്ഷെ ഞാൻ കേട്ടൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എവിടെ അഭിമുഖം കൊടുത്താലും ഒരു ക്ലാരിറ്റി വരുന്നില്ല. നിങ്ങൾ ആരെയൊക്കെയോ പേടിക്കുന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും പറയുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ ക്ലാരിറ്റി വരുത്തുന്നു. ആരെ പേടിക്കാൻ? എന്താ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെയാ പേടിക്കുന്നത്? പിന്നെ നമുക്ക് ഭക്തി ബഹുമാനം, മറ്റേ ഭബ്ബ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ആവശ്യമുള്ളൂ, അല്ലാതെ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നും. ഈ ചില ആളുകളുടെ നിങ്ങൾ പൈസ മേടിക്കുന്നു, ആ പൈസ മേടിച്ചതിൻ്റെ പേരിൽ മറ്റാൾക്കാർക്ക് വേണ്ടി ഫേസ്ബുക്കിൽ എഴുതിയിടുന്നു, അവരെ തകർക്കാനായിട്ട്, തളർത്താനായിട്ട്. അങ്ങനെ എത്ര രൂപ വെച്ചാണ് മേടിക്കുന്നത്? അല്ലെങ്കിൽ അതാണോ ഈ ഫേസ്ബുക്കിന്റെ എഴുത്തിന്റെ പ്രയോജനം കുട്ടികൾ ജയേന്ദ്രന്? അങ്ങനെയുള്ള അതെ, അങ്ങനെയാണ്. ഞങ്ങൾ ഏക്കർ കണക്കിന് സ്ഥലം മൂന്നാറിലൊക്കെ വാങ്ങി. കഴിഞ്ഞ ദിവസം രജിസ്ട്രേഷൻ കഴിഞ്ഞേ ഉള്ളൂ അല്ലേ ചേട്ടാ? നമുക്ക് അവിടെ സ്ഥലമൊക്കെ പോയി കണ്ടിട്ട് വരാം. ഞാൻ കേട്ടൊരു കഥയെന്ന് പറയുന്നത്, അതല്ല അജിന്, അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം, അങ്ങനെ ആയിരിക്കാം സംഭവം. അങ്ങനെ ആരെങ്കിലും പൈസ മേടിച്ചിട്ടില്ല, ആവശ്യമില്ല. അതിന്റെ ആവശ്യം എന്താ? ഒരാൾക്ക് അഭിപ്രായം പറയണമെങ്കിൽ മറ്റാളുടെ പിന്നെ ഒന്നാമത് ഇവര് ശത്രുക്കളാണെന്നൊക്കെ പൊതുജനം, അല്ലെങ്കിൽ പൊതുജനം എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നതല്ലേ. പിന്നെന്താ വെച്ചാൽ നമ്മളെ എറിയാൻ നോക്കി നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ കല്ല് നമ്മളായിട്ട് കൊണ്ടു കൊടുക്കും. ശത്രുക്കളുണ്ടോ നിങ്ങൾക്ക്? ശത്രുക്കള്, നമ്മൾ ഈ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഞാൻ ശത്രുവായി കാണുന്നവരുണ്ട്, എന്നെ ശത്രുവായി അല്ല ഞങ്ങളെ ശത്രുക്കളായിട്ട് കാണുന്നവരുണ്ട്. ഇതിൽ ഞങ്ങളെ ശത്രുക്കളായിട്ട് കാണുന്ന ആരുമില്ല. ഭാര്യയുടെ വാക്ക് കേട്ട് ഭാര്യ കൊടുക്കുന്ന കീഴിൽ തുള്ളാൻ നിൽക്കുന്ന പാവയാണോ കുട്ടികൾ ജയേന്ദ്രൻ? ചില സന്ദർഭങ്ങളിൽ നമ്മൾ അവർ പറയുന്നതും കേൾക്കേണ്ടി വരും. അതിന്റെ ആവശ്യമുണ്ടോ? തീർച്ചയായും. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെ പോലെ ഞാൻ എൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഇവരെ തന്നെ പറയുന്നല്ലേ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അതിപ്രധാനമായ കാര്യങ്ങൾ അവര് വളരെ ക്ലാരിറ്റി. പക്ഷേ ഫേസ്ബുക്കിൽ അങ്ങനല്ലോ പറയുന്നത്. അല്ല, നിസ്സാരമായിട്ട് ഒരു സെക്കൻഡ്, നിസ്സാരമായിട്ട് ഒരു ബൾബ് മാറിയിടണമെങ്കിൽ ചിലപ്പോൾ ഇവിടെ എന്നെ വിളിക്കും, ചേട്ടാ ഒന്ന് വന്നേ ബൾബ്. പക്ഷെ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചിന്തിക്കാൻ അവർക്ക് കഴിയും. അപ്പൊ അവരുടെ അഭിപ്രായങ്ങൾ ബൾബിന്റെ കഥയല്ലല്ലോ കുട്ടികൾ ഇവിടെ പറയുന്നത്. ഞാനൊരു ഉദാഹരണം. ബാക്കിയുള്ള സ്ത്രീകൾ മോശക്കാരും മഞ്ജു വാര്യർ പാവമാണെന്ന് പറയാൻ കുട്ടികൾ ജയേന്ദ്രൻ എന്ത് അവകാശം? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ആ പോസ്റ്റിൽ എന്താ ഉദ്ദേശിച്ചത്? ഭാര്യ പറയണം. പോസ്റ്റിൽ ഉദ്ദേശിച്ചത് ഇപ്പൊ ഞാൻ പറയാം, PCODയുടെ പേര് പറഞ്ഞ് മടിച്ച് അങ്ങനെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് എന്തെങ്കിലും ഇപ്പൊ ഞാൻ തന്നെ എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ട് ചേട്ടൻ പറയുന്നത് ഇങ്ങനെ ഇരിക്കരുത്, നീ നയൻതാര ഫാനാണ് അല്ലെങ്കിൽ മഞ്ജു വാര്യർ ഫാനാണെന്ന് പറഞ്ഞാൽ അവർക്കും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും അവർ അതിനൊക്കെ അതിജീവിച്ചിട്ട് പോയിട്ട് അങ്ങനെ ആയിട്ടുള്ള ആൾക്കാരാ. പക്ഷെ മറ്റുള്ളവർ PCOD വേദന അല്ലെ പീരീഡ്സ് വേദന നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ പറയാം, അതിൽ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താ ഒരു വേർഡ് യൂസ് ചെയ്തത്, കരിങ്കോഴികളുമായിട്ട്. ആ കരിങ്കോഴി എന്നുള്ള സാധനമാണ് ആർക്കും പിടിക്കാതിരുന്നത്. ഞാൻ പറഞ്ഞു തരാം, ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിലനിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ അവിടെ നിന്നിട്ട് അയാൾക്ക് പണി കൊടുത്ത് അയാളെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടീനെയും വെള്ളത്തിൽ മുക്കി കൊന്നിട്ട് പോകുന്ന സ്ത്രീകളുണ്ട്. നമ്മൾ ന്യൂസിൽ വായിക്കുന്നില്ലേ? കഴിഞ്ഞ ദിവസം നടന്നില്ലേ? അങ്ങനത്തെ സ്ത്രീകൾ ഉണ്ട്. എന്നിട്ട് പോലും ഈ മനുഷ്യനെ എഴുതി ഉണ്ടെങ്കിൽ, ബ്രാക്കറ്റിൽ എഴുതി ഉണ്ടെങ്കിൽ, ഉണ്ടോന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഇവരെ കണ്ടിട്ടാണോ പഠിക്കേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഒരു ഹസ്ബൻഡ് ഉണ്ടായിട്ട് വേറെ ഒരാളുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് സ്വന്തം കുട്ടീനെ വെള്ളത്തിൽ മുക്കി അല്ലെങ്കിൽ ഭിത്തിക്കടിച്ച് കൊല്ലുന്ന ഒരു സ്ത്രീയെ കണ്ടാണോ നമ്മൾ പഠിക്കേണ്ടത്? അല്ലെങ്കിൽ ഇത്രയും ഈ ജീവിത പ്രശ്നങ്ങൾക്കിടയിൽ നിന്നിട്ട് ഉയർത്തെഴുന്നേക്കുന്ന മഞ്ജു വാര്യർ നിന്ന് ബൈക്ക് ഓടിച്ച് പോകുന്ന കണ്ടോ? എന്നെ കൊണ്ട് നടക്കൂല. അല്ല, മഞ്ജു വാര്യർ ബൈക്ക് ഓടിക്കുന്ന സ്ത്രീകൾ വേറെ ഉണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന എന്താ, അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് അവർ വന്നിട്ടുള്ളത്. ഒറ്റപ്പെട്ടൊരു സ്ത്രീയായിരുന്നു. എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള അവർ അതൊക്കെ ചെയ്ത് കണ്ടപ്പം അത്രയും നമുക്ക് അടുപ്പുള്ള ഒരാള്
അതിങ്ങനെ കണ്ടപ്പോ ഒരു ഫ്രണ്ട് അങ്ങനെ ഇപ്പൊ ചേട്ടൻ പറയുമ്പോ ഭയങ്കരമായിട്ട് ഇതുപോലെ ആയിരുന്നെങ്കിൽ എല്ലാ സ്ത്രീകളും ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യം എന്താണ്? തെറ്റിദ്ധരിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു ഭാഷയുടെ പ്രശ്നമാണ്. ഭാഷയുടെ പ്രശ്നം പ്രധാനമായിട്ടുണ്ട്. ഞാൻ പറയും ONV കുറിപ്പ് ഒരിക്കലും ഇന്റർവ്യൂ പറയുന്നു, അത് സലീൽ ചൗധരിയുടെ മ്യൂസിക്കുകൾ കേൾക്കുമ്പോൾ ഇതിലേത് എടുക്കണ്ട എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതെല്ലാം നല്ലതാണ്. അല്ല, നമ്മൾ സാധാരണ ഇതിൽ ഏതെടുക്കണം എന്ന് കൺഫ്യൂഷനായി പോകുന്നതാണ് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ ഏതെടുക്കണം, കാരണം അത്രയ്ക്ക് നല്ലത്. മറ്റേ ഇത് ഏതെടുക്കണ്ട എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു പറയുമ്പോൾ എല്ലാം നല്ലതാണെന്നാണ് അതിന്റെ അർത്ഥം. അതേപോലെ ഒരു സംഭവമാണ് ഇന്ന സ്ത്രീകൾ ഇന്ന പോലെയൊക്കെ ഉള്ളവരുണ്ട്. ഇപ്പം ഞാൻ പറയാം, നിങ്ങൾ കുറേ ആണുങ്ങൾ ഇത്രയും പേര് നിങ്ങൾ ഭാര്യ അറിയാതെ മദ്യപിക്കുകയും ഭാര്യ അറിയാതെ മറ്റ് ബന്ധങ്ങൾക്ക് പോവുകയും ചെയ്യുന്ന ആണുങ്ങൾ ഈ കൂടെ ഉണ്ടെങ്കിൽ അയാൾക്ക് അപവാദമാണ് ഇന്നയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പോലെ അല്ല ഇയാൾ എന്നാണ്. അപ്പം ചാടി എഴുന്നേറ്റ് ഉണ്ടെങ്കിൽ നോ ഇല്ലേ പിന്നെ ഞങ്ങളൊക്കെ ആരാ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, ഈ ഫേസ്ബുക്ക് കുറിപ്പല്ല എഴുതുന്നതും ഈ സംസാരിക്കുന്നതും എല്ലാം മദ്യത്തിന്റെ പുറത്താണോ? മദ്യമില്ലെങ്കിൽ കുട്ടികൾ ചെയ്യുന്നതിന് സംസാരിക്കത്തില്ലെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഏത് ജനങ്ങള്? ജനങ്ങളുടെ ജനങ്ങള് 1-2 പേരുണ്ടാവുമായിരിക്കും പറയുന്നത്. ഞാൻ 24 മണിക്കൂർ 24/7 ഞാൻ ഈ മനുഷ്യന്റെ കൂടെ തന്നെയാ. മദ്യപിക്കാത്ത ആളൊന്നല്ല. അല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കുടിച്ചവനേലും ആയിരിക്കും, അല്ലാതെ ഒരുത്തനും പറയൂല. അവന്മാരാണല്ലോ പോയിട്ട് പറയും. എന്നിട്ട് ഇവനെയൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്നത് ഞാനായിരിക്കും. എന്നിട്ട് അവന് ബോധം വരുമ്പോ ഇന്നലെ കൂട്ടിക്കേന്ദ്രൻ അടിച്ച് ബിറ്റായി ഇവനെ ഞാനായിരിക്കും വീട്ടിൽ കൊണ്ടാക്കി. ഈ കുട്ടികൾ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ കുട്ടികൾ കേന്ദ്രത്തിന്റെ ഒരു നാശത്തിന് കാരണം ഭാര്യയും വീട്ടുകാരുമാണോ? എന്ത് നാശം? എന്താ നാശം ഉദ്ദേശിച്ച ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് സിനിമയിൽ തിളങ്ങി നിൽക്കുന്നു, ഇന്ന് നോക്കുമ്പോൾ കാണുന്നില്ല, അതൊരു നാശം തന്നെ എന്ന് പറയാം അല്ലേ? നാശം അത് സമൂഹത്തിന് തോന്നുന്നതല്ലേ? ഇപ്പൊ ഞാൻ പറയാം, ബെൻസ് കാറെ പോകുന്നവൻ സമാധാനത്തിൽ അതിലേ പോവുകയാണെന്ന് കാണുന്ന നിങ്ങൾക്ക് തോന്നുന്നതല്ലേ? അവൻ അതിനകത്തിരുന്ന് അതിന്റെ അടുത്ത അടവ് എപ്പോഴാണ് അടക്കേണ്ടത് ഓർത്ത് ടെൻഷൻ അടിച്ച് വീശിക്കൊണ്ടാ പോകുന്നത് നിങ്ങൾ അറിയുന്നില്ല. ഇതുപോലെ ഉള്ളൂ. അപ്പൊ എനിക്ക് സിനിമ ഇല്ല, അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഇത്രയും കാലം സിനിമയിൽ അഭിനയിച്ചോളാം ആരോട് ഏറ്റിട്ടൊന്നും ഇല്ലാതിരിക്കാൻ സ്വഭാവമാണോ കാരണം? എന്റെ സ്വഭാവം ചിലപ്പോ ആയിരിക്കും, തീർച്ചയായിട്ടും ആയിരിക്കും. ഭാര്യയ്ക്ക് എന്താ പറയുള്ളൂ? ഭാര്യയ്ക്ക് അറിയാവുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എനിക്ക് അങ്ങനെ ഒരുത്തന്റെയും കാല് പിടിച്ചിട്ടൊന്നും ഒന്നും വേണ്ട, ജീവിതം പോലും വേണ്ടാത്ത ആളാണ്. ദൈവം എന്നെയും സൃഷ്ടിച്ചിട്ട് ഇവിടെ ഭൂമിയിൽ മറ്റുള്ളവരെ പോലെ തന്നെ. അപ്പൊ എനിക്കുള്ള ഓക്സിജനും എനിക്കുള്ള വെള്ളമൊക്കെ പുള്ളി ഇവിടെ കരുതിയിട്ടുണ്ട്. നാളെ നിങ്ങളെടുത്ത് വന്ന് എനിക്ക് ഇച്ചിരി ഓക്സിജൻ തരണം കേട്ടോ ഇന്ന് ജീവിക്കാൻ എന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. അടിമയായിട്ട് നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ ഇവരോട് തന്നെ പറഞ്ഞിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യ എന്ന് പറയുന്ന ഭർത്താവിന്റെ അടിമയല്ല, ഭർത്താവ് ഭാര്യയുടെ അടിമയല്ല. എന്തിനാ അടിമ? പക്ഷെ ചേട്ടാ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു സ്പേസ് ഭാര്യ തരുന്നില്ല. ഒരു അഭിമുഖം എടുത്തു നോക്കിയാൽ, സംസാരം എടുത്തു നോക്കിയാൽ ഭാര്യ മാത്രം സംസാരിക്കുന്നു, ഭർത്താവിന് നാക്കില്ലേ? അവര് സംസാരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ. അതിന്റെ ആൻസർ ഞാൻ പറയാം. ഇപ്പൊ ഒരു ഇപ്പൊ ഈ പോസ്റ്റ് കുറെ തെറിയേറ്റ് കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നു. ഇപ്പൊ സ്ത്രീകളാണ്, പിന്നെ കുറെ ഫേക്ക് ഐഡിയുന്നു. അപ്പം ജേഡൻ ഇതൊന്നും വിഷയമല്ല. ജേഡൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ലൈഫിൽ കുറേ അനുഭവിച്ചു, ഓരോരോ കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ മറുപടി പറയാൻ പോയാൽ ഇപ്പോൾ ദിലീപേട്ടനാണെങ്കിലും ഇവരൊക്കെ സിദ്ദിഖേട്ടനൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറുപടി പറയാൻ നിൽക്കണം, നമ്മളത് മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്. പക്ഷെ എനിക്ക് എന്താ പറയുക, എനിക്ക് അന്നം തരുന്ന മനുഷ്യനാണ്. ഇപ്പം അച്ഛനാണെങ്കിലും ബ്രദറാണെങ്കിലും ജേട്ടനാണെങ്കിലും ഇത് കണ്ടിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പം ഞാൻ അത് മാന്യമായ ലാംഗ്വേജിൽ അവരുടെ അടുത്ത് പ്രതികരിച്ചു. മാന്യമായിട്ടല്ലോ പറഞ്ഞേക്കുന്നത്. ഞാൻ മാന്യതയില്ല, ഞാൻ അവരെ തെറി വിളിച്ചിട്ടില്ല. എന്ത് മാന്യതക്കാട്ടുള്ളത്? ഞാൻ സഭ്യമായ ഭാഷയാണ് ഉപയോഗിച്ചത്. ഭാഷ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും, ഞാൻ പറഞ്ഞു ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാതെ അയാളെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാന്യമായ ലാംഗ്വേജിൽ പ്രതികരിക്കുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ. അല്ലാതെ അയാളെ തെറി വിളിച്ച് അയാൾ എന്താ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ ആ വേദന ഇരട്ടിയാക്കി നിങ്ങൾ അവരുടെ പ്രാക്ക് വാങ്ങി വല്ല ക്യാൻസറും വരുത്തി വെക്കരുത്. ഞങ്ങളുടെ നാട്ടിലെ കൊളോക്കിൽ ഇങ്ങനെ പറയും. അതായത് നമ്മൾ എന്തെങ്കിലും വല്ലാതെ വെറുപ്പിക്കുന്ന ആൾക്കാർ നിങ്ങൾ വല്ല പാണ്ടിലോറും കയറി ചാവാൻ നിൽക്കണ്ടോ. ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോട് അങ്ങനെ പറയാം. നമ്മൾ മാത്രം ഇരിക്കുന്ന സ്പേസിൽ പറയാം. ഒരു സമൂഹ മാധ്യമങ്ങളിൽ അല്ല പറഞ്ഞു. അവര് പബ്ലിക്കിലാണ് തെറി അയച്ചിട്ടത്. കൂട്ടിക്കൊടുപ്പുകാരെന്നൊക്കെ എന്റെ ഹസ്ബൻഡിനെ പറഞ്ഞ് ഞാൻ കേട്ട് നിൽക്കുവോ? കാരണം ആ മനുഷ്യൻ അങ്ങനെയല്ലാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ആൾക്കാരെടുത്ത് അവർ പബ്ലിക്കിൽ ഇട്ടപ്പം എന്റെ അച്ഛന്റെ മാന്യത വെച്ചിട്ട് ഞാൻ അവർക്ക് പേഴ്സണൽ മെസ്സേജ് ആണ് അയച്ചത്. അവർക്ക് ഒരൊറ്റ വ്യക്തിയുടെ അടുത്ത് ഞാൻ പറഞ്ഞ എന്റെ വോയിസ് ഫുള്ള് പബ്ലിക്കാക്കിയത് അവരെ തെറി. അതായത് ഞാൻ പറഞ്ഞത് അവർ പബ്ലിക്കാക്കിയത് അവരുടെ മിസ്റ്റേക്ക് അല്ലേ? ഞാൻ ഈ നാട്ടുകാരോട് മൊത്തം ഞാൻ പറഞ്ഞിട്ടില്ല, പറയേണ്ട കാര്യമില്ല. കാരണം ഈ മനുഷ്യൻ എന്താണെന്ന് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഒരൊറ്റ സ്ത്രീയുടെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യം അവരെ പബ്ലിക്കാക്കി. അവരെന്നെ ഭയങ്കര മോശമായിട്ട്, അത് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഞാനത് കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ വോയിസ്. അവർക്ക് ഞാൻ എങ്ങനെ മറുപടി കൊടുക്കണം? എടീന്ന് വിളിച്ചാൽ പോടിയെന്ന് പറയാൻ അറിയുന്ന ആൾ തന്നെയാണ് ഞാൻ.
മനസ്സിലായോ? അപ്പൊ എന്റെ ഹസ്ബൻഡിനെ തെറി വിളിക്കാൻ ആരും വരണ്ട. അത് ഫേക്ക് ഐഡി ആണെങ്കിൽ പോലും ഞാൻ സൈബർ സെല്ലിൽ പോയി അതിന്റെ പിന്നാലെ ഞാൻ നടക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്രമേൽ ശത്രുക്കൾ വരാൻ കാരണം എന്താ? അത്രമേൽ ശത്രുക്കളൊന്നുമില്ല, ഇത്രമേൽ ശത്രുക്കളൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, അജിൻ ഇപ്പൊ ഒന്ന് രക്ഷപ്പെട്ട് വരുന്നത് കാണുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഫേക്ക്, നിങ്ങളെ നേരിട്ട് ചൊറിയാൻ പറ്റാത്ത ആൾക്കാര്, 1-2 ആൾക്കാർ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് എടാ മറ്റവനെ എന്ന് പറയുമ്പോൾ അവർക്കൊരു മനസുഖം. നമ്മളിതിന്റെ പിന്നാലെ പോകില്ലെന്ന് അവർക്കറിയാം. ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അല്ലാതെ എത്രയോ സ്ത്രീകള് വളരെ പ്രതിസന്ധി വന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യും നല്ലതും പറഞ്ഞിട്ടുള്ളവരാണ് ഈ ഫേസ്ബുക്കിലുള്ളവർ. ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾ അതിലൂടെ ചർച്ച ചെയ്യുന്നത്. എനിക്ക് ചേട്ടൻ അനിയന്മാരും ഒന്നുമില്ലാത്ത ആളാണ്. അച്ഛനും അമ്മയും മരിച്ചു. പണ്ട് തൊട്ടേ ഞാൻ കൂട്ടുകാരോടാ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോഴത്തെ കാലം വളർന്നപ്പം കൂട്ടുകാർ സോഷ്യൽ മീഡിയയിലാണ്, ഫേസ്ബുക്കിലാണ് പറഞ്ഞത്. അവര് നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം എൻ്റെ പ്രൊഫൈല്. ജയേന്ദ്രന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടിയേക്കുന്നത് കൂടെ നിന്നവർ തന്നെ തന്നിട്ടാ. അതല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായും 150% കൂടെ നിന്നവര്. ഞാൻ ഒരു നേരമെങ്കിലും ആഹാരം വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ, അതും പറയാമല്ലോ. നമ്മൾ പിന്നെ വേറെ തന്നെ ആഹാരം മേടിച്ചു കൊടുക്കാത്ത ഇനി ഇന്നല്ലെങ്കിൽ നാളെ മേടിച്ചു തരും എന്ന് പറഞ്ഞെങ്കിലും നിൽക്കും. ഈ മേടിച്ചു കൊടുത്തോ, വാരി കൊടുത്ത കൈ കടിച്ചു പറിക്കും. ഇതിലിപ്പോഴും എനിക്കൊരു ഡൗട്ട് എന്ന് പറയുന്നത്, ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിലോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യത്തിൽ ഏർപ്പെടുന്നതിലോ സ്വന്തം ഭാര്യയ്ക്ക് കുഴപ്പമില്ല, ജനങ്ങൾക്കാണ് പ്രശ്നം. ഒരു ഏപ്രിൽ അഭിനയിക്കുന്ന തെറ്റാണോ? ജനങ്ങൾക്കല്ല, കുറച്ചു പേർക്ക്. കുറച്ചു പേര് ആരൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്? ഈ പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ, 1000 തേൻ തുള്ളിക്കകത്തോട്ട് ഒരു മീൻ തുള്ളി വീണാൽ മതി, കഴിഞ്ഞ് അല്ലേ? പിന്നെ അത് കഴിക്കാൻ പറ്റുമോ? ഇതേപോലെ കുറെ അമ്മമാരുണ്ട്. അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും പറ്റാത്ത പോകുന്ന ചിലർ. ഞാൻ പറയട്ടെ, ഈ ഇവരുടെ സംസാരം കേട്ടാൽ വിചാരിക്കും ഏപ്പടം എന്ന് പറഞ്ഞ വല്ല പോൺ ഫിലിമാണ്, പോൺ വീഡിയോ അങ്ങനെ ആണെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവുക. ഏപ്പടം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കല്യാണം ആലോചിച്ച സമയത്ത് എൻ്റെ അച്ഛൻ്റെ അടുത്തും പറഞ്ഞു, ഇങ്ങനെ പണ്ടൊരു സിനിമാ നടൻ ആവണമെന്ന് ആഗ്രഹമുള്ള സമയത്ത് ഷക്കീലയുടെ കൂടെ ഒരു പടം വന്ന സമയത്ത് അച്ഛനും അമ്മയും പറഞ്ഞ് പോയി അഭിനയിച്ചോ, 20 വയസ്സിലെങ്ങാണ്ട് പോയി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെ പറയേണ്ട കാര്യം എന്താ? അതിന് മാത്രം എന്താണ് ആ സിനിമയിലുള്ളത്? ഇപ്പത്തെ ഓരോ സിനിമ വെച്ച് നോക്കുമ്പോൾ അതിൽ എന്ത് കുന്താണുള്ളത്? ഷക്കീല എന്നുള്ള അവർ എത്രയോ നല്ല സ്ത്രീയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട്. മനസ്സിലായോ? അപ്പം ഇത് നമുക്ക് വേദനിക്കോ എന്ന് അറിയാൻ വേണ്ടി, ഇതിൽ ഒന്നുമില്ല എന്ന് ഇവർക്ക് തന്നെ അറിയാം. ഇത് പറയുമ്പോൾ നമ്മളങ്ങ് വേദനിച്ചിട്ട് നാണം കെട്ടിട്ട് ചേട്ടൻ എത്രയോ അവരുടെ കൂടെ ഫോട്ടോ വരെ എടുത്തിട്ട് ചേട്ടൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാണം കെട്ട് കുടുംബത്തോടെ അങ്ങ് ആത്മഹത്യ ചെയ്യും. അതാണ് ഇതാ വേണ്ടത്. വേണ്ടത്. വലിയൊരു ചോദ്യം പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന അങ്ങ് ചോദിക്കുവാണ്. കള്ളക്കേസ് എന്തു തോന്നുന്നു? വിശ്വസിക്കുന്നുണ്ടോ? ഒറ്റ വാക്കിൽ മറുപടി പറയാം. മറ്റേ പിണറായി വിജയന്റെ സഖാവ്, ഞാൻ ഭയങ്കര ഫാനാണ് ആളുടെ. ആള് പറയുന്ന പോലെ ഒറ്റ കാര്യം പറയുള്ളൂ, ഞങ്ങളെ മടിയിൽ കനമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വഴിയിൽ ആരും പേടിയില്ല. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു, അങ്ങനെ പോകും. പക്ഷെ ഈ ചോദ്യം ഞാൻ വസന്തിയോട് ചോദിക്കാൻ കാരണം, ചില സ്ത്രീകൾ സ്നേഹിക്കുന്നു, ആൾക്കാരെ പ്രണയം നടിച്ചു മുന്നോട്ട് പോകുന്നു. ശരിക്കും എന്താ ഈ കള്ളക്കേസ് മനസ്സിലാക്കിയേക്കുന്നത്? കള്ളക്കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഉള്ള ഒരാള്, ഞാൻ കല്യാണം കഴിഞ്ഞു, അപ്പൊ ചേട്ടൻ സ്റ്റാർ അല്ല, അപ്പൊ എനിക്ക് ഈ ലൈഫ് സ്റ്റൈൽ പോരാ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു സൂപ്പർ സ്റ്റാറിനെ പ്രണയിക്കുന്നു, പ്രണയം നടിക്കുന്നു. ഞാൻ പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ടായിരിക്കും അയാളുടെ അടുത്ത് പോകുന്നത്. അപ്പം ആ ആള് വിവരമുള്ള ആളാണ്, അയാൾക്ക് അറിയാം ഹസ്ബൻഡ് ഉള്ള ഒരാൾ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇവളെ ഏത് സൈസാണെന്ന് അയാൾക്ക് അറിയുന്നുണ്ട്. അപ്പൊ അയാൾ ആ രീതിയിൽ കണ്ടിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ അതിൽ നിന്ന് എസ്കേപ്പ് അടിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ച കാര്യം എനിക്ക് നടന്നില്ല. എനിക്ക് ഫ്ലാറ്റ് കിട്ടിയില്ല, കാറ് കിട്ടിയില്ല, ഞാൻ വിചാരിച്ച ഒന്നും നടന്നില്ല. അപ്പൊ എനിക്ക് സ്വാഭാവികമാണ് ഇന്നാ ഇവനൊരു പണി കൊടുക്കാം, പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ വീട്ടിൽ അച്ഛനോ ആങ്ങളമാരൊക്കെ നല്ല അടി തന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊന്നും ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. പക്ഷെ അങ്ങനെ പോകുന്ന ഒരാൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരിക്കലും വിശ്വസിക്കുമോ? ഹസ്ബൻഡ് ഉള്ള ഒരാൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവള് നല്ലൊരു സ്ത്രീയാണെന്ന് ഒരുത്തനും അങ്ങനെ പോകുന്ന ആരെങ്കിലും ശരിക്കും ജെനുവിനായിട്ട് നമുക്ക് ഇപ്പൊ ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് കിട്ടാത്തൊരു സ്ത്രീകൾ ചിലപ്പോൾ മാറിപ്പോവായിരിക്കും, അടിക്കുന്നതായിരിക്കും, ചിലപ്പോൾ മദ്യപിച്ചിട്ട് തെറി പറയുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വേറെ പോകുന്ന ജെനുവിനായിട്ട് പോകുന്നതായിരിക്കും ഒരാളുടെ അടുത്ത് ഇഷ്ടം. കാരണം നല്ല രീതിയിൽ ഒരു ഇത് വരുന്ന സമയത്ത് ആരും അങ്ങോട്ട് ചാഞ്ഞു പോകും. അങ്ങനെ പോകുന്ന ആൾക്കാരെ പോലും ഓപ്പോസിറ്റുള്ള ആണുങ്ങൾ ആരായാലും കാണുന്നതാ ഇവള് ഹസ്ബൻഡിനെ ചതിച്ച് വരുന്നവൾ ഇവളെ എത്ര നല്ല ആ രീതിയിലായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും അങ്ങനെ പോവരുതെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ല? നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരാളെ കൂടെ പറ്റൂലെങ്കിൽ ഒഴിവാക്കിയിട്ട് പോവുക. ഒരു മണ്ടനാണോ കുട്ടികൾ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതെ, അതെന്താ സംശയമില്ല. കാര്യം കൂടെ ഉള്ളവനെയൊക്കെ വിശ്വസിക്കുകയും പിന്നെ ഒരുത്തും ചിരിച്ചു കാണിക്കും സൗഹൃദമാണെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് വർത്താനം പറയുകയും ചെല്ലാൻ ചെയ്യുന്നതും പിന്നെ മണ്ടനല്ലേ? തീർച്ചയായിട്ടും ആണ്. അത് തന്നെയാണ് എനിക്ക് പറ്റിയത്. ഈ മണ്ടനെ തന്നെ വേണമായിരുന്നു ജീവിതത്തിൽ. ഞാനൊരു മണ്ടി ആയതുകൊണ്ട് ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിരുന്ന്, ഓ ഷെറി എത്ര നല്ല സ്വഭാവ ഷെറിക്ക്, ഇങ്ങനെ ഇത്രയും നല്ലൊരു പെൺകുട്ടി ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇവരെന്നെ
വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കും. അവർക്ക് എന്ത് പ്രശ്നമാണെങ്കിലും എൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ച് ഞാൻ പോകും. അങ്ങനെ കൂടെ നടന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് നല്ല പണി കിട്ടി. സ്ത്രീകളാ. ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ പിടിക്കത്തില്ല. ഒരു സ്ത്രീയെ പിടിക്കാതിരിക്കുള്ളൂ. മനസ്സിലായോ? ആണുങ്ങൾ അങ്ങനെ ചതിക്കൂല. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു ഒരു സ്ത്രീയാണോ? 101%. എനിക്ക് പണി കിട്ടിയത് മൊത്തം സ്ത്രീകളുടെ അടുത്തുനിന്നാണ്. ഭയങ്കര ക്രിമിനൽസ് ആയിട്ടുള്ള, പക്ഷെ നമുക്കറിയില്ല അവരുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ഭയങ്കര നല്ലതായിരിക്കും. സ്ത്രീകളെ കൂടെ നിന്ന് ചതിക്കൂ, സൂക്ഷിച്ചോ. ഞാനതേ പറയുന്നുള്ളൂ. എല്ലാവരും അല്ല, ചില സ്ത്രീകൾ കുറച്ച് ഒരു 100 എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു 10-20 സ്ത്രീകൾ. അത് അനുഭവമുണ്ട് രണ്ടുപേർക്കും അല്ലേ? നല്ല അനുഭവമുണ്ട്. സംസാരിക്കാൻ പേടിയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്ക്? ഇപ്പൊ ഞാൻ പറയും ചേട്ടൻ ഈ സ്ത്രീകളുടെ അടുത്ത് പ്രത്യേകിച്ച് സംസാരിക്കേണ്ട. എനിക്ക് പേടിയാ. കാരണം എനിക്ക് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് മതിയായി. മനസ്സിലായില്ലേ? ഫൈറ്റ് ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. തീർച്ചയായും 8 മാസം നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ കാരണം ആൾക്കാരെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. കാരണം ഇവരിങ്ങനെ നോക്കി നിൽക്കായിരിക്കും. അപ്പൊ നമ്മൾ ഇവൻ അനങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീത്വം എന്ന് പറഞ്ഞ വാക്ക് പറയാൻ പോലും യോഗ്യത ഇല്ലാതെ അവരിടുന്ന കമന്റ്സിലുള്ള വേർഡ്സ്, അവരുപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. മലരെ, തേനെ, പോട, വാട, ഇതൊക്കെ ഉപയോഗിക്കുന്ന സ്ത്രീകളാണ് ഇതിന് എതിരെ പറയുന്നത്. അല്ല, മാന്യമായിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഭാഷ ഉപയോഗിക്കും. ഇപ്പൊ ഞാൻ എത്രയോ സ്ത്രീകൾ, വക്കീലന്മാർ, അവരൊക്കെ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജയൻ ചേട്ടാ, നിങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ആൾക്കാരെ സപ്പോർട്ട് മതി. ഇതില് ഞാൻ എത്രയോ പേര് എന്നോട് പേഴ്സണൽ ചോദിച്ചിരിക്കുന്നു, മെസ്സഞ്ചറിൽ ചോദിച്ചിരിക്കുന്നതിന്റെ കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന പോലെയാണ് സംഭവങ്ങൾ, എന്തായാലും നിങ്ങൾ അങ്ങനെ ചോദിക്കാനൊരു മനസ്സ് കാണിച്ചതിൽ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വോയിസ് ഒന്നും ആർക്കും കേൾക്കൂല. അത് അവരും ഇടൂല, കേൾക്കാനും ആൾക്കും താല്പര്യം. ഒരു ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഭർത്താവ് ഭാര്യയെ, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, അല്ല കൂടെ നിൽക്കണം. പക്ഷെ കുട്ടികൾ ചേന്ദ്രന്റെ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കാൻ വസതി ഒരു അഡ്വക്കേറ്റ് വല്ലതും ആണോ? കൂടെ നിൽക്കാൻ എന്തിനാ അഡ്വക്കേറ്റ് ആവുന്നത്? അല്ല, സംസാരം അത്രയും ഉണ്ട്. സംസാരിക്കണല്ലോ. കാരണം അല്ല, ഞാനില്ലായിരുന്നു. ഞാനതല്ല ഇപ്പൊ ആലോചിക്കുന്നത്, ഇതിൽ ഇപ്പൊ ഇന്റർവ്യൂവിന് വിളിച്ചതാണോ അതോ അല്ല, ഇത് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ഞാനൊറ്റ ചോദിക്കുന്നു. കാര്യം പറയട്ടെ. ഞാൻ ഇതുവരെ ചേട്ടൻ്റെ കൂടെ ഒരു ഇന്റർവ്യൂവിന് പോലും എവിടെ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ ഒരു സ്ത്രീയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ 10 വട്ടം ആലോചിക്കണം. നമ്മളൊരു കമന്റ് ഇടുകയാണെങ്കിൽ പോലും, ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ പോലും. ഇപ്പം എനിക്ക് പേടിയാണ്. കാരണം ആളെന്തെങ്കിലും പ്രശ്നം ആയിട്ട് ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ പിന്നാലെ ഓടാൻ അച്ഛനോ അമ്മയോ കൂടപ്പിറപ്പുകൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളടുത്ത് അത്രയും ഇതായിട്ട് നമ്മൾ അങ്ങനെ നോക്കി കൊണ്ടെടുക്കുന്ന ഒരു മനുഷ്യൻ, എൻ്റെ ഫാമിലി അങ്ങനെ നോക്കിയിട്ടുള്ള ആളാണ്. അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ആ മനുഷ്യൻ എന്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്? അല്ലേ? നന്ദികേട് കാണിക്കാൻ പാടുണ്ടോ? അല്ല, പറയേണ്ടത് എവിടെയാണെങ്കിലും ആരുടെ മുഖത്ത് നോക്കി പറയണം. അതുകൊണ്ട് മാത്രമാണ് ചേട്ടൻ ഇതിന് പ്രതികരിച്ചിട്ടില്ലേ. ഞാനിത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ്, എടി ഇങ്ങനെ ചേട്ടൻ മോശം പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടൻ തിരിച്ച് പറഞ്ഞു കൊടുക്കുക അവരുടെ അടുത്ത്. അപ്പം ചേട്ടൻ എനിക്കൊന്നും പറയാനില്ല. അപ്പം ഞാനായിട്ട് ബലമായിട്ട് പിടിച്ച് വാങ്ങിയിട്ട് ഞാൻ മാന്യമായിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്. എന്നിട്ട് അവർക്കെന്താ, അവർക്ക് ഫേമസ് ആവാൻ എന്നാ പിന്നെ ഈ പറയുന്ന കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് മക്കളെ വാട്ടർ ടാങ്കിൽ മുക്കി കൊല്ലുന്ന സ്ത്രീകളുള്ള നാട്ടിൽ അവർ എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നില്ല? നമ്മൾ ആലുവയിൽ കണ്ട് അമ്മയെ മോൻ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കണ്ട് അവനെ പോയി വെട്ടിക്കൊല്ലുന്നില്ല. അപ്പൊ ഇതുപോലുള്ള ആൾക്കാരെ, പാവമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ തലയെ കയറാന്ന് വെച്ചിട്ട് ആരും വരണ്ട. ഞാൻ ശക്തമായിട്ട് ഞാൻ പ്രതികരിക്കും. നടക്കൂല, ഉറപ്പായിട്ട് നടക്കൂല. ഏത് ഭാഷയിലും ഇങ്ങോട്ട് പറയുന്നു സെയിം അതേപോലെ ഞാൻ തിരിച്ചു കൊടുക്കും. പക്ഷെ ഇവിടെ നിങ്ങളുടെ പോസ്റ്റിന് ഏറ്റവും കൂടുതൽ വേറൊരു എതിർവശം ഉള്ളത്, ദിലീപേട്ടനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും അല്ലേ? ഒരു കാര്യം പറഞ്ഞു, ദിലീപേട്ടൻ കിടന്നാല് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ദിലീപേട്ടനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി മഞ്ജു വാര്യരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതിലെ കാര്യം എന്താ? ഇതിലെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഈ ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ദശയുള്ളിടത്തെ കത്തി വായു ഒന്നുണ്ട്. പിന്നെ കൊതുകിന് പഴയല്ലോ, അകിടില് നിറച്ച് പാലുണ്ടെങ്കിലും കൊതുകിന് ചോര മതി എന്ന് പറയുന്നല്ലോ. ഇതില് മഞ്ജു വാര്യരോ അല്ലെങ്കിൽ ദിലീപോ അല്ലെങ്കിൽ എന്താ പറയുക, കാവ്യ മാധവനോ അല്ലെ മമ്മൂട്ടിയോ മോഹൻലാലോ, ഇതൊന്നും ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആൾക്കാരല്ല. ഞങ്ങൾക്ക് എല്ലാവരും വേണം. എല്ലാരും വേണം എന്നുള്ളതല്ല. ഞാനൊരു പ്രേക്ഷകനായിട്ട് സിനിമയിൽ വന്ന ആളാണ്. അല്ലാതെ ഞാൻ വലിയ സിനിമാ നടന്റെ മോനായിട്ട് ജനിച്ചിട്ട് പാരമ്പര്യത്തിൽ കിട്ടിയതൊന്നുമല്ല. സിനിമയെ സ്നേഹിച്ച്, സിനിമാക്കാരെ സ്നേഹിച്ച്, അവരുടെ പടങ്ങൾ കാണാൻ ഓടി തിയേറ്ററിൽ പോയി ഇഷ്ടം കൊണ്ട് അതിന്റെ പുറകെ വന്നതാണ്. ഇവരുമൊക്കെ അതുപോലെ തന്നെയാ. ഇപ്പോഴും ഞാൻ ആ ഫാനാണ് സിനിമയുടെ. അതിൽ നല്ല നടന്മാർ വന്നാൽ അത് ഏതവനാണെങ്കിലും ഞാൻ അവരെ ഇഷ്ടപ്പെടും. ഇവിടെ കുറെ പേര് അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ സ്വഭാവ വൈകല്യം എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇതിൽ അതേപോലെ ഇവരിത് കണ്ടപ്പോ മഞ്ജു വാര്യർ എന്ന് പറയുന്ന, ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെ, മഞ്ജു വാര്യർ തന്നെയല്ല, ഈ സിനിമാ നടിമാരൊക്കെ കണ്ട് ഇവരോട് പറയണത്, അനുഷ്കയാണെങ്കിൽ ഞാൻ എപ്പോഴും അനുഷ്ക, തമന്ന, ഇവരൊക്കെ ആ ബോഡി, സ്ത്രീകളുടെ ശരീരം പോലും പെട്ടെന്ന് ബൾക്കായി പോകുന്നതാണ്. അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നതുകൊണ്ട് മാത്രമേ ആ ബോഡി ഷേപ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെയൊക്കെ ഫാനാണ് ഞാൻ. അപ്പൊ ഇവളോട് ഞാൻ പറയുന്നത് അങ്ങനെ വേണം.
നമ്മുടെ കൂടെയുള്ള ഒരു സ്ത്രീ അങ്ങനെ നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനമാണ്. ഇത് വെച്ച് ഞാൻ എല്ലാവരും അങ്ങനെ ആകണമെന്ന് തന്നെയാ പറഞ്ഞത്. അത് എൻ്റെ ഭാഷയെ പറഞ്ഞു, അത് മനസ്സിലാകാതെ പോയതിന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞതിന്റെ ഉത്തരവാദിത്വം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ കേട്ടതിന്റെ ഉത്തരവാദിത്വം എൻ്റെ അല്ല, കേൾക്കുന്ന പല രീതിക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതല്ലേ ഞാൻ പറയട്ടെ, പല ആൾക്കാരും പറയുന്നുണ്ട് അത് വായിച്ചു കഴിഞ്ഞാൽ മഞ്ജു വാര്യരെ സപ്പോർട്ട് ചെയ്ത് ആരും ഇങ്ങനെ ഇവരെ പോലെ ആവണം, അല്ലാതെ ഈ പറയുന്ന കുറെ വേറെ ആൾക്കാരുണ്ടല്ലോ, ഈ പറഞ്ഞ മറ്റേ കാമുകനെ വിഷം കൊടുത്ത് കൊന്നിട്ട് ഇരിക്കുന്ന ആൾക്കാർ, മക്കളെ വാട്ടർ ടാങ്കിൽ മുക്കി കൊന്ന് തലക്കടിച്ച് ഇതൊക്കെ കരിങ്കോഴികൾ ഇല്ലാതെ അല്ല ഇത് നടക്കുന്നത്. അതെന്താ ആരും സമ്മതിക്കാത്തത്? ആ ചില കരിങ്കോഴികൾക്കും ഈ ഇങ്ങനെ പോകുന്ന ഇവരെ ആൾക്കാർക്കും മാത്രമേ ഞാൻ പറയാം, അച്ഛൻ്റെ അടുത്ത് കോഴീനെ കട്ടോ എന്ന് ചോദിച്ച പാട് തലയിൽ തപ്പുന്നത് എന്തിനാ? പപ്പുണ്ടോ നോക്കാനോ? ഇത് മാത്രമേ ഉള്ളൂ സംഭവം. മനസ്സിലായോ? പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ദിലീപേട്ടനും മഞ്ജു ചേച്ചി ഒന്നിച്ചുള്ള കാലത്ത് ഞങ്ങൾ വീട്ടിൽ പോയി കണ്ട് സംസാരിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേരെയും. അതേപോലെ ഇവർ പിരിയുന്നു, അത് അവരുടെ പേഴ്സണൽ കാര്യം. ഇതിന്റെ ദിലീപേട്ടൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പോലും മഞ്ജു ചേച്ചിയായിട്ട് ഞങ്ങൾ സംസാരിക്കും. ഇവർ രണ്ടാളും നിങ്ങൾ ദിലീപിന്റെ ആൾക്കാരല്ല എന്നോട് മിണ്ടണ്ടെന്ന് അവർ അത് ആ മാറ്ററേ അല്ല അവർക്ക്. അവർ നമ്മ പോലും പറയണ്ടേ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. പിന്നെ ബാക്കിയുള്ളവർക്ക് എന്താ? എന്തിനാ അവരെ സുഖിപ്പിച്ചിട്ട് സൂപ്പർ സ്റ്റാർ ആവാനാണെന്ന് ഇത്രയും കാലം ദിലീപേട്ടനെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് എന്ത് സൂപ്പർ സ്റ്റാർ ആയി? നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്ന സൂപ്പർ സ്റ്റാർ ആവാനാണോ? കാരണം മൂപ്പര് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ആൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചാന്തുകൊണ്ടൊക്കെ അങ്ങനെയുള്ള ഒരാളെ ഫാനല്ല, ആള് നമ്മളെ ഫ്രണ്ടാന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനമല്ലേ. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ദിലീപേൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ മറന്ന് ചിരിച്ചു പോകും. കാരണം ആ രീതിയിലാണ് സംസാരിക്കുക. അത്രയും നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് അത്രയും അടുത്ത് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഇത്രയും ഇതാണെങ്കിലും മലയാളത്തിൽ ഒരുത്തനും ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടറാണ് ചാന്തുകൂട്ടിലെ. അതെ, തീർച്ചയായിട്ടും. അതെ, അത് വെല്ലുവിളിയായിട്ട് തന്നെ നിൽക്കുക. റീമേക്ക് പോലും ചെയ്യാൻ ധൈര്യം ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പൊ അതിൽ എനിക്കൊരു വേഷം കിട്ടുക എന്ന് പറയാം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ക്യാരക്ടർ കാശാകെ പാളി സൈഡിക്കാണ് ലോറൻസേ എന്ന് പറഞ്ഞ് എന്നോട് പറയുക, അതൊക്കെ കിട്ടുക, അതെന്റെ ഒരു ഭാഗ്യമാണ്. അതാ ഞാൻ ചോദിക്കുന്നത്. ഒരു സമയത്ത് നിങ്ങൾ ചെയ്തു വെച്ച, അതായത് കുട്ടികൾ ജയേന്ദ്രൻ ചെയ്തു വെച്ച ചില കഥാപാത്രങ്ങളുണ്ട്, ഇന്ന് മലയാളികൾക്ക് അതൊന്നും ഓർമ്മകളാ. അവിടെ നിന്ന് പിന്നെ ഒരു സമയത്ത് സിനിമയില്ല, ലൈഫിലെ സിനിമകൾ റോളുകൾ നഷ്ടപ്പെടുന്നു. ആ സംഭവിച്ചത് എന്താ? ആ സംഭവിച്ചതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന പ്രകൃതിയിൽ തന്നെയാണ്. ഇവിടെ ഭയങ്കര ഗംഭീരമായിട്ട് പിന്നെ കോടാനുകോടികൾ ഉണ്ടാക്കിയൊക്കെ നടന്ന പലരും ഇന്ന് വീൽ ചെയറിൽ ഇരിപ്പുണ്ട്, കട്ടിലിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? അവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ചതാണോ? അല്ല, അതിന്റെ പേരാണ് വിധി എന്ന് പറയും. വിധി എന്ന് പറയാം, കർമ്മ എന്ന് പറയാൻ പറ്റത്തില്ല. അതിനെ വിധിയാണ്. ചെയ്തത് ചിലപ്പോൾ തിരിച്ചു കിട്ടിയെന്ന് പറയാം. അങ്ങനെ അതിനാണ് വിധി എന്ന് പറയുന്നത്. വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഉണ്ട്, നല്ലതുകൊണ്ട് ചീത്ത. ഇതെന്റെ വിധി എന്ന് പറഞ്ഞ് ഞാനൊരു നല്ല അവസ്ഥയിലെത്തിയാൽ അത് എന്റെ വിധിയാണ്, എന്റെ ഭാഗ്യമാണ് എന്ന് പറയുന്ന പോലെയുള്ളൂ. അല്ലാതെ എനിക്കിപ്പോ അതിന് വേണ്ടി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സിനിമയിൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ സിനിമയിൽ അവസരം ചോദിച്ചു പോയിട്ടുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുടെ. അതാ ഞാൻ പറഞ്ഞ, ആരും കുറ്റം പറയില്ല, ഇതൊക്കെ പ്രകൃതിയുടെ വിധി എന്ന് പറയും. ഞാൻ അങ്ങോട്ട് ചോദിച്ച ഒരൊറ്റ സിനിമ എനിക്ക് കിട്ടിയിട്ടില്ല. മറിച്ച് ഞാൻ ആക്ഷൻ എന്ന് കേട്ട സംവിധായകരാരൊക്കെയാണെന്നറിയോ എനിക്ക് ആക്ഷൻ പറഞ്ഞ്? തമ്പി കണ്ണന്താനം, ലാൽ ജോസ്, ഹരിഹരൻ, എം പത്മകുമാർ, ജിത്തു ജോസഫിന്റെ ഒരുപാട് പടങ്ങളിൽ. ഇവരുമായിട്ട് ഇന്നും ബന്ധങ്ങളുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, മനസ്സിലായോ? ഇതൊന്നും ഞാൻ പോയി ചോദിച്ചിട്ട് വന്നതല്ല, എന്നെ തേടി വന്നത്. എന്റെ അത്ഭുതം അതാ. അപ്പൊ ഒരു സുപ്രഭാതത്തിലാ പറഞ്ഞ ലാൽ സാറിന്റെ പടത്തിൽ. അപ്പൊ ഞാൻ സിദ്ദിഖ് ലാലാണോ മോഹൻലാലാണോ ആരാണോ ലാൽ സാറിന്റെ പടത്തിൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ദൃശ്യത്തിലേക്ക് വിളിക്കുകയാണ്. സിദ്ധു പനക്കൽ എന്ന് പറയുന്ന ആൾ ഒരു ദിവസം അങ്ങനെ പോയി. ഞാൻ പലരോടും റോള് ചോദിച്ചിട്ടുണ്ട്. അത് അവർ തരാൻ പറ്റാത്തതല്ലേ. നമുക്ക് അർഹതയില്ലെങ്കിൽ അവർക്ക് തരാൻ പറ്റില്ല. ഇല്ല, അതെ. നമുക്ക് അർഹത ഉണ്ടെങ്കിൽ അവൻ തടഞ്ഞു വെച്ചാലും കിട്ടും. അങ്ങനെ കിട്ടിയതാണ് എന്റെ ഇത്രയും. അപ്പൊ അതിലൊന്നും പ്രശ്നങ്ങളില്ല. കിട്ടിയതെല്ലാം ഭാഗ്യമായിട്ട് കരുതുന്നു. 100% ആരോഗ്യത്തോടെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ പറയുന്ന വാക്കുകളാണെങ്കിൽ പോലും വസന്തി ആരെയും കയ്യിലെടുക്കാനും സൂചിപ്പിക്കാനുള്ള വാക്കുകളായിട്ട് തോന്നുന്നു. അതുകൊണ്ട് എന്താ കാര്യം? ഇപ്പൊ ഞാൻ പറയാം, ചേട്ടൻ സ്റ്റാർട്ടിങ് സമയത്താണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ കാര്യമുണ്ട്. ഈ മനുഷ്യന് ഏകദേശം ഒരു 10-50 വയസ്സിനടുത്തായി. എന്ത് പറയാനാ? നമ്മൾ ലൈഫ് എന്താന്ന് കണ്ടു. ഇങ്ങനെ പറഞ്ഞു വിചാരിച്ചിട്ട് ഒരാൾ വിളിക്കൂ? ദൈവം തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആര് വിചാരിച്ചാലും തടുക്കാൻ പറ്റില്ല എന്നുള്ളത് എന്ത് വിധിയാണെങ്കിൽ പോലും നമുക്ക് വരാനുള്ളത് നമുക്ക് വരും. നല്ലതായാലും ചീത്തതായാലും ഞങ്ങൾ അനുഭവങ്ങൾ ഞങ്ങൾ പത്രേ പഠിച്ചു. നമ്മൾ അതിന് ഫൈറ്റ് ചെയ്ത് നിൽക്കുക, അതിനുള്ളൊരു മനസ്സിന് ശക്തി തരാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രേക്ഷകരോട് എന്താ നിമിഷം പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചാൽ, ഞാൻ വ്യക്തിപരമായിട്ട് പറയും, ഏറ്റവും കൂടുതൽ ഒരു കലാകാരൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ പ്രേക്ഷകനുമായിട്ട് ഒരു ബന്ധവുമില്ല. ആ വന്ന് വരി കാണുന്നു പോകുന്നു. ഞാൻ അങ്ങനത്തെ ഒരു കലാകാരനല്ല. ഞാൻ എൻ്റെ കലാജീവിതം തുടങ്ങിയത് സൂര്യ TV കോമഡി ടൈം എന്ന പ്രോഗ്രാമിലൂടെ ഈ ഇരിക്കുന്നവരോട്, ഈ ഇരിപ്പ് കാണുന്നവരും അവരുടെ തലമുറ ഇപ്പൊ കുറെ ഉള്ളവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അച്ഛനോടും അച്ഛനോടും ഒക്കെ കൂട്ടിക്കൽ ജയന്തരനെ കോമഡി ടൈമിനെ അറിയാവോ എന്ന് ചോദിക്കാൻ പലരോടും ഞാൻ പറയും. അവരോട് സംസാരിച്ചാണ് ഞാൻ എൻ്റെ കലാജീവിതം തുടങ്ങിയത്.
അവരോട് സംസാരിച്ചിട്ടുള്ള കലാകാരനായിട്ട് മതി ഞാൻ. അതാണ് എൻ്റെ ആഗ്രഹം. അല്ല ഞാൻ അവിടെ പോയി മറ്റൊരു അഭിനയിച്ച് അതിവര് കണ്ടുകൊണ്ടിരുന്നു, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ല. ഈ പറയുന്ന സിനിമാ നടൻ ഒക്കെ എല്ലാവരുടെയും സ്വപ്നമാണ്. എൻ്റെ ആഗ്രഹം എനിക്ക് ഇതേപോലെ ഇവരുമായിട്ട് സംസാരിക്കുന്ന ഇവര് ഇപ്പൊ ഈ പറയട്ടെ, ഇവരിപ്പം ചോദിക്കുന്നുണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ തന്നെ ഓരോന്ന് പറയുന്നു, ചോദിക്കുക, അതിന് മറുപടി പറഞ്ഞു. ഇതേ രീതിയിൽ തന്നെയാണ് ആ ഷോയിൽ ഞാൻ ഇവരുമായിട്ട് അടുത്തത്. എൻ്റെ അടുത്ത് ഒരുപാട് അമ്മമാര് വരെ അയ്യോ ഞാൻ ഏതാണ്ട് വലിയ സൈക്കാട്രിസ്റ്റോ എന്തോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളാണോ എന്നൊക്കെ ഓർത്തു എന്നെയൊക്കെ എൻ്റെ മോനെ ഇന്ന പോലെ എന്നൊക്കെ എന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അമ്മേ അയ്യോ നമുക്ക് അങ്ങനത്തെ അറിവൊന്നുമില്ല, ഞാൻ നിങ്ങൾ സംസാരിക്കുക എൻ്റെ വായി തോന്നുന്നു ഞാൻ സംസാരിക്കുന്നു. ആ ബന്ധമാണ് ഇവരുമായിട്ടുള്ളത്. അതിനകത്ത് കയറിയിട്ട് വളരെ തുച്ഛമായ കുറെ മാനസിക രോഗികൾ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നും ആകാൻ കഴിയാതെ പോയ അവരേത് വാക്കിൽ അഭിസംബോധന ചെയ്യാം? അവരെ സംബോധന ചെയ്യാൻ വാക്കുകൾ പോലും ഇല്ല. വിഡ്ഢി എന്ന് പറയണമെങ്കിൽ വിഡ്ഢിത്തവേലും ചെയ്യുന്നവനെ പറ്റുള്ളൂ. മണ്ടൻ എന്ന് പറഞ്ഞാൽ മണ്ടത്തരവേലും കാണിക്കുന്നവനെ മണ്ടൻ എന്ന് വിളിക്കാൻ പറ്റും. ഇത് വെറും പാഴ് ജന്മങ്ങൾ. അവനവൻ ഒന്നും ആകാൻ കഴിയാതെ പോകുന്നത് അവനവന്റെ കുറ്റമാണ്. അല്ലെങ്കിൽ ദൈവം അവനെ അനുഗ്രഹിച്ചിട്ടില്ല എന്തെങ്കിലും ആകാൻ. മനസ്സിലായില്ലേ? വെറുതെ ഇങ്ങോട്ട് ജനിപ്പിച്ച് വിടുന്ന കൂടെ ഉള്ള കുറെ എണ്ണം വളരെ തുച്ഛമായിട്ട് അവരുടെ പരിപാടി നടക്കത്തില്ല. ഇപ്പൊ ഈ പറയുന്ന അഭിപ്രായം പറഞ്ഞോളൂ. ഞാൻ ശക്തമായിട്ട് സോഷ്യൽ മീഡിയ ആണ് ഇപ്പം വളരെ പവറിൽ പോകുന്നത്. ഞാനും സോഷ്യൽ മീഡിയയിൽ തന്നെ ഉപയോഗിക്കുന്ന ആളാണ്. ഞാനും കമന്റുകൾ ഇടാറുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് നമുക്ക്, പക്ഷെ പറയേണ്ട വാക്കുകളും പറയേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇടുന്ന ഒരു പോസ്റ്റ് അറ്റ്ലീസ്റ്റ് മാന്യമായിട്ടൊന്ന് വായിക്കുക, വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെ ചോദ്യം ചെയ്യുക. അതിന് വേറെ സംഭവമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇരുന്ന് ഈ കാര്യങ്ങൾ ചോദിക്കുന്നില്ല. ഇതേപോലെ ഒരു കാര്യത്തിന് ചോദ്യം ചെയ്യണമെങ്കിൽ ആദ്യം ചങ്കൂറ്റം വേണം, അറിവ് വേണം, വിവരം വേണം, നട്ടല് വേണം. ഇതെല്ലാം കൂടെ യോജിക്കുന്ന ഒരുത്തനെ മുഖത്ത് കൈ ചൂണ്ടി സംസാരിക്കാൻ പറ്റുള്ളൂ. അതില്ലാത്തവൻ നീ മറ്റേതല്ലേ, നീ ഇവനേതാ? AR റഹ്മാന്റെ ഇതിൽ കമന്റിൽ ഒരുത്തന് ഒന്നും പറയാനില്ല. ഈയിടെ ഞാൻ കണ്ട് AR റഹ്മാൻ എന്തോ ഇത് പറയാൻ ഇവൻ ഏതാണ്? അവന്റെ ആ മാനസികത, അവൻ അധപ്പതിച്ച് കിടക്കുന്നവനാണ്, സ്വയം തകർന്നവനാണ് അവൻ. ഇത്രയും സംസാരിക്കുമെങ്കിലേ ചില കമന്റുകൾ പറയുന്ന വിഡിത്തരവാ, ഭാര്യയുടെ വാക്ക് കേട്ട് ഓടുന്ന പാവയാന്ന് പറയുന്നല്ലേ. അതിലെന്താന്നേ, അതിൽ അവർക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് കിട്ടി. കാരണം എന്താ അറിയോ, ഈ മനുഷ്യ ചീത്തയൊക്കെ കേട്ട് മിണ്ടാതിരിക്കണം. ഇവർക്ക് പോലും അല്ല, ഇവര് പോലും പറഞ്ഞ ജയേട്ടൻ ഭയങ്കര ദേഷ്യക്കാരനാവോ. എനിക്കറിയാം ഞാൻ എത്രത്തോളം ക്ഷമയുള്ളവനാണ്. അത് എനിക്കേ അറിയത്തുള്ളൂ. അത് കൂടെ നടക്കുന്ന ഭാര്യയ്ക്ക് പോലും അറിയത്തില്ല. എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ എത്രയോളം ക്ഷമയും സഹിക്കുന്ന ആളാണ്. കാര്യം എനിക്ക് വിവരമുണ്ട്. കാര്യം ഇപ്പൊ ഇവൻ ഏതാ എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരിക്കൽ എന്തോ ഒരു പോസ്റ്റ് ഇട്ടു, ഇപ്പൊ വൈറലായപ്പോ അതില് ഒരുത്തനിട്ട് യു സെഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒക്കെ ഇട്ടിരിക്കുക, യു സെഡ് ഇറ്റ്. അപ്പോൾ ഞാൻ ലൈക്ക് ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോ അത് ന്യൂസിൽ വന്നു, മനോരമ കണ്ടെടുത്ത് ന്യൂസിൽ വന്നു. ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇതേ അവൻ ഇതൊക്കെ പറയാം ഇവനാരാന്ന് ആലോചിക്കുക, അവന്റെ മാനസിക രോഗം. അപ്പൊ അവിടെ ഇവർക്കൊക്കെ എവിടെ ശ്രദ്ധിക്കപ്പെടാം അത് ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വീട്ടിൽ ഇരുന്നോ, നമ്മളെന്നും കല്ലേറ് കൊണ്ടിങ്ങനെ നമ്മൾ മിണ്ടരുത്, വീട്ടിൽ ഇരുന്നോ ഒരക്ഷരം. അപ്പൊ എഴുത്തുകൾ ഇനി അവസാനിക്കാൻ ഉദ്ദേശവും ഇല്ല, ഇങ്ങോട്ട് കിട്ടുന്ന നാണയത്തിൽ തിരിച്ചു കൊടുക്കും അതാരായാലും. അല്ല അങ്ങനല്ലേ? അതെ. കാര്യം എന്നാ, പിന്നെ ഞാൻ ഏറ്റവും ഞങ്ങൾ രണ്ടും ഇഷ്ടപ്പെടുന്ന ജീസസ് ക്രൈസ്റ്റിനെ. പിന്നെ പുള്ളി പറഞ്ഞിരിക്കുന്ന തന്നെ നിന്നോട് എങ്ങനെ ഇടപെടണം എന്ന് നീ ആഗ്രഹിക്കുന്നു അതുപോലെ നീ അവനോട് ഇടപെടുന്നതാണ് ഇല്ലേ? നിങ്ങൾക്ക് എന്നോട് എന്റെ മാന്യതയാണ് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ മാന്യമായിട്ട് ഇടപെട്ടാൽ അത് മാന്യത കിട്ടും. അല്ലെങ്കിൽ അതല്ല കിട്ടുന്നത്, അല്ല നിങ്ങൾ എന്ത് തരുന്നു അത് തരും. ഓക്കെ. അപ്പൊ ക്ലാരിറ്റി ആയി. ഇനി കല്ലെറിയുന്നവർ എറിഞ്ഞുകൊണ്ടിരുന്നോട്ടെ, നമ്മൾ പോസ്റ്റ് ഇടാൻ ഇട്ടുകൊണ്ടും ഇരിക്കും അല്ലേ? അല്ലെ അതിപ്പോ നമ്മൾ ഇന്ന് രാവിലെ ഒരു പോസ്റ്റ് ഇട്ട് വൈറലാകാം അങ്ങനെയല്ലേ? ഇപ്പൊ OM സാർ പറയുന്ന പോലെ എനിക്ക് ഒരു കവിത എഴുതുന്ന പറഞ്ഞാൽ എഴുതാൻ പറ്റില്ല. എന്റെ മനസ്സിൽ നിന്ന് പറഞ്ഞത് എനിക്ക് അങ്ങനെ നാളെ വരണം തോന്നി ഞാൻ നാളെ ഇടും. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നു.